നിയമത്തെ വള്ളിപുള്ളി തെറ്റാതെ ജീവിക്കുവാൻ പരിശ്രമിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിയമത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും 3 കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ ഊന്നിപ്പറയുന്നത്. ഒന്ന്, ഞാനത് പൂർത്തിയാക്കാനാണ് വന്നിരിക്കുന്നത്. 2, അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന പരിപൂർണ സത്യം. 3, അത് ലംഘിക്കുകയോ ലംഘിക്കുവാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. 1, പാലനം. 2, സ്ഥായിയായ അവസ്ഥ. 3, സമ്പൂർണമായ അനുസരണം. ഈ 3 തലങ്ങളുടെ സമ്പൂരിതമായ അവസ്ഥയാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം എന്ന വലിയ സത്യം. ഒന്നാമതായി, യേശു നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കുവാനല്ല, അഥവാ പ്രവചനങ്ങളെയോ ഇല്ലാതാക്കുവാനല്ല കടന്നു വന്നത്. എന്നാൽ മറുവശത്ത് അവ കേവലം സൂക്ഷിക്കുവാനോ പുനഃസ്ഥാപിക്കുവാനോ അല്ല യേശു കടന്നു വന്നതും. കർത്താവായ യേശുനാഥൻ ഉപയോഗിച്ച വാക്ക് കൂടുതൽ സമൂലവും അഗാധവുമായ ചിലത് സൂചിപ്പിക്കുന്നു. അവ പൂർത്തിയാക്കാൻ ആണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നിയമവും പ്രവചനങ്ങളും അപൂർണങ്ങളാണ് എന്ന് കർത്താവ് പറയാതെ പറയുകയാണ്. നാളിന്ന് വരെയും ഇസ്രായേൽ ജനം ഏറ്റവും പരിശുദ്ധമെന്ന് കരുതിയ നിയമവും പ്രവചനങ്ങളും അപൂർണങ്ങളാണ്. ആ അപൂർണതയെ പൂർണ്ണമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുനാഥൻ ഒന്ന് നിറവേറ്റാനാണ് വന്നിരിക്കുന്നത്. അതെന്താണ്? യേശുനാഥൻ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് പരാമർശിക്കുന്നതെന്ന് നാം അനുമാനിച്ചേക്കാം. എന്നാൽ കർത്താവ് യഥാർത്ഥത്തിൽ കൂടുതൽ വിശാലമായ ഒന്നിനെയാണ് പരാമർശിക്കുന്നത്. പഴയ നിയമത്തെ മുഴുവനായും കർത്താവ് ഇവിടെയും മറ്റൊരിടത്തും പ്രതിപാദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:17, മത്തായിയുടെ സുവിശേഷം 7:12, 11:13, 22:40 പഴയ നിയമവും അതിൻ്റെ എല്ലാ കൽപ്പനകളും ഉടമ്പടികളും പ്രവചനങ്ങളും ഉൾപ്പെടുന്നു. അവ പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ പഴയ നിയമം മുഴുവനും യേശുവിൻ്റെ പ്രവചനത്തെ അഥവാ കടന്നുവരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, വള്ളി പുള്ളി മാറാതെയുള്ള പൂർത്തീകരണം. മത്തായി സുവിശേഷത്തിൽ പലപ്പോഴും പൂർത്തിയാക്കുക എന്ന പദം ഉപയോഗിച്ചതുപോലെ ക്രിസ്തുനാഥൻ ഇവിടെയും ഉപയോഗിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം, 2-ാം അധ്യായം 15, 17, 23, മത്തായി സുവിശേഷം 3-ാം അധ്യായം 15, 4, 14 എന്നിവിടങ്ങളിലൊക്കെ പൂർത്തിയാക്കുക എന്ന വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. വള്ളി പുള്ളി തെറ്റാതെ തന്നെ പൂർത്തീകരിക്കുക. കാരണം പഴയ നിയമം മുഴുവനും അതിൻ്റെ വള്ളി പുള്ളി സഹിതമുള്ള സർവ്വതും ക്രിസ്തുവിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് കർത്താവ് പറയുകയായിരുന്നു. അതായത് നിയമവും പ്രവാചകന്മാരും അതിൻ്റെ സമ്പൂർണതയിൽ ക്രിസ്തുവിൽ പൂർണ്ണമാക്കപ്പെടുന്നു. യേശുനാഥൻ ആ പൂർത്തീകരണത്തിൻ്റെ യുഗപ്രാപ്തി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒരു പുതിയ മാനവികത സൃഷ്ടിക്കുന്ന ഒരു യഥാർത്ഥ രാജാവിനെ പോലെയുള്ള വാഗ്ദാനങ്ങളും യഥാർത്ഥ അനുസരണത്തിനായി പുതിയ ഹൃദയങ്ങൾ കൊണ്ടുവരുന്ന ഒരു പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളും എന്നോണം ക്രിസ്തു ഇവിടെ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ്റെ മരണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ കർത്താവായ യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. സ്നാപക യോഹന്നാൻ വരെയുള്ള പ്രവചനങ്ങൾ ഒരു പഴയ യുഗത്തിൻ്റെ സമ്പൂർണ്ണ നിമിഷമായിരുന്നു. എങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുവാൻ
ക്രിസ്തു ഒരു പുതിയ യുഗവുമായി അവിടെ സുവിശേഷ ദൗത്യം ആരംഭിക്കുന്നു. മൂന്നാമതായി കർത്താവ് പറയുന്ന പാലനത്തിൻ്റെ സത്യം ഇതാണ്: ക്രിസ്തുവിനെ പാലിക്കുകയും ക്രിസ്തുവിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിലാണ് സ്വർഗരാജ്യത്തിലെ വലിപ്പ ചെറുപ്പം അടങ്ങിയിരിക്കുന്നത്. ലംഘിക്കുവാൻ പഠിപ്പിക്കുന്നവൻ, ലംഘിക്കുന്നവൻ ഏറ്റവും ചെറിയവനും അത് അനുസരിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനും ആകുമെന്ന്. അതായത് ക്രിസ്തുവിനെ ലംഘിക്കുന്നവൻ ഏറ്റവും ചെറിയവനും ക്രിസ്തുവിനെ അനുസരിക്കുകയും അനുസരിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയവൻ എന്ന് സാരം. കാരണം നിയമവും പ്രവചനങ്ങളും അതിൻ്റെ സമ്പൂർണതയിൽ ക്രിസ്തുവാണ്, ക്രിസ്തുവിലാണ്, ക്രിസ്തു തന്നെയാണ്. ഈ ദൗത്യ സമ്പൂർണതയാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുന്നത്. സാബത്ത് ലംഘിച്ചതിനെക്കുറിച്ച് കർത്താവ് പ്രതിപാദിക്കുമ്പോൾ ദാവീദും അനുചരന്മാരും ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ ഭക്ഷിക്കുവാൻ പാടില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതിനെക്കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തും. ക്രിസ്തു പറയുന്നത് ഇപ്രകാരം: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായത് ഇവിടെ ഉണ്ട്. അവ പറയുന്നു, ദേവാലയത്തിൽ നിലകൊണ്ടിട്ടുള്ള പ്രവചനങ്ങളും നിയമങ്ങളും അതിൻ്റെ പൂർത്തീകരണം എന്നിൽ സംഭവിക്കുമ്പോൾ ദേവാലയത്തെക്കാൾ വലിയവനായി ക്രിസ്തു തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനാൽ തന്നെ നമ്മുടെ ദേവാലയ അനുഭവവും നിയമവും പ്രവചനങ്ങളും വിശുദ്ധ ഗ്രന്ഥം മുഴുവനുമുള്ള നമ്മുടെ ജീവിത വിശ്വാസയാത്ര ക്രിസ്തുവിൽ നാം സമ്പൂരിതമാക്കുവാൻ ക്രിസ്തു വചനത്തെ നാം പാലിക്കേണ്ടതുണ്ട്, പാലിക്കുവാൻ പഠിപ്പിക്കേണ്ടതുണ്ട്, സ്വർഗത്തിൻ്റെതായി നാമൊക്കെ മാറുവാൻ. പ്രിയരെ, സ്വർഗം സ്വന്തമാക്കുവാൻ ക്രിസ്തുവിനെ പാലിച്ചും ക്രിസ്തുവിനെ പകർന്നുകൊടുത്തും നമുക്ക് സ്വർഗ അവകാശികളായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.